അത് അബിയുടെ ശാലിനി എൻ്റെ കൂട്ടുകാരിയാണ്. അബിയേട്ടനെ അവളെ പെണ്ണാണ് വന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ സംസാരിച്ചൊക്കെ ഞാനും കേട്ടിരുന്നു. അതിശയത്തോട് അഭിലാഷി ചാരുലതയെ നോക്കി. പേര് പോലും അറിയാതെ എൻ്റെ മനസ്സിൽ അബിയേട്ടനുള്ള ഇഷ്ടം കയറിക്കൂടിയതാ. എൻ്റെ കൃഷ്ണ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന എൻ്റെ രാജകുമാരനെ എൻ്റെ കൂട്ടുകാരി സ്വന്താക്കാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തകർന്ന് കരഞ്ഞുകൊണ്ട് അടുക്കള വശത്തേക്ക് ഓടി. അവിടെ നിന്ന് നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ മാറിപ്പോകാൻ തുടങ്ങി ഞാൻ അബിയേട്ടൻ്റെ ഓരോ വാക്കിലും അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. എൻ്റെ അബിയേട്ടനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അബിയേട്ടൻ്റെ വീട്ടുകാർ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ചാരു, നീ പറഞ്ഞ പോലെ നിന്റെ കൃഷ്ണൻ തന്നെയാവും നമ്മളെ തമ്മിൽ അടുപ്പിച്ച്. ആര് തീർത്താലും നിന്റെ കൃഷ്ണൻ തന്നെ നമ്മൾ ഒരുമിപ്പിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. നീ സന്തോഷമായിട്ടിരിക്കുക, നമുക്ക് നാളെ കാണാം. അഭിലാഷിന്റെ അച്ഛൻ പ്രതാപവർമ്മ നാട്ടിലേക്ക്. വർമ്മേട്ടാ, നിങ്ങളെ മോൻ പറയുന്നത് നിങ്ങൾ കേട്ടോ? ശാലിനി അവന് ഇഷ്ടമല്ല, ശാലിനി അവന് ഇഷ്ടമായില്ലാന്ന്. സൗന്ദര്യത്തിന് സൗന്ദര്യമില്ലേ, സമ്പത്തിന് സമ്പത്തില്ലേ, നല്ല തറവാട്ടുകാരും. പോരാത്തതിന് ജാതിയിൽ 10-8 പൊരുത്തമുണ്ട്. എല്ലാ അർത്ഥത്തിലും നമുക്ക് യോജിച്ചൊരു ബന്ധമായിരുന്നു അത്. ബാമ പറഞ്ഞു ശരിയാ. ഈ കാരക്കുരി തറവാടിന് യോജിച്ച കുടുംബമായിരുന്നു രവിയുടേത്. രവി നമ്മുടെ ബന്ധുവായ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. നമ്മുടെ ബിസിനസ്സിൽ അവന്റെ പങ്കാളിത്തം കൂടി ഉണ്ടെങ്കിൽ ഇനി ഉയർച്ച കൈവരിക്കാൻ സാധിച്ചേനെ. നമ്മുടെ കാലശേഷം നിന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും കൂടി അത് ഉപകാരപ്പെട്ടേനെ. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാനല്ലേ നീ പോകുന്നത്? അച്ഛാ, അച്ഛനെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഞാൻ കരുതി. എൻ്റെ വിവാഹത്തിന് കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ഫ്രീഡം എനിക്കില്ലേ അച്ഛാ? നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഇഷ്ടത്തിനെ കുറിച്ചൊന്ന് ചോദിച്ചു. എൻ്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്. ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതാപവർമ്മയും സത്യഭാമയും ഞെട്ടി. ആരാ പെൺകുട്ടി? അത് ചാരുലത, ഇവിടെ അടുത്ത് വാടക താമസിക്കുന്ന രാജന്റെ മകളാ. നീ കരുതി കൂട്ടി ഞങ്ങളെ നാണകെടുത്ത് ഇറങ്ങിയിരിക്കാനോടാ? നമ്മുടെ ഈ തറവാട്ടിലേക്ക് വരാൻ എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത്? ഇന്ന് തന്നെ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നീ മറന്നേക്ക്. എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾ അവർ അംഗീകരിക്കാത്തത്? സമ്പത്തില്ലെങ്കിൽ അവർക്ക് നല്ലവരാ. ആവശ്യത്തിലധികം സമ്പത്ത് നമുക്കുണ്ടല്ലോ. ഭാര്യ വീട്ടിലെ സമ്പത്ത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഈ ആഗ്രഹം നടക്കില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, മോനെ അബി, നീ ഇവിടെ വാതിലടച്ച് നിരാഹാരം കിടന്നിട്ടും ഞങ്ങളോട് മിണ്ടാതെ നടന്നിട്ട് ഒരു കാര്യമല്ല. നിന്നെ വളർത്തി ഇത്രയും വലുതാക്കിയാൽ ഞങ്ങളോട് തന്നെ വേണം നിന്റെ ഈ വാശി. നീ നിന്റെ മാമന്റെ പാത പിന്തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണോ? ഈ കാണുന്നൊക്കെ നീ ഇപ്പം മിണ്ടാടക്കുന്ന നിന്റെ അച്ഛൻ സമ്പാദിച്ചുണ്ടാക്കിയതാ. നീ ഈ വീട്ടിലേക്ക് വേണ്ടി ഒന്നും ചെലവാക്കിയിട്ടില്ല. സമ്പാദിച്ചെല്ലാം കൂട്ടുകാരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ നീ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഷർട്ട് പോലും നിന്റെ അച്ഛന്റെ സമ്പാദ്യ. 10 മാസം വയറ്റി ചുമന്ന് പ്രസവിച്ച് നിന്നെ വളർത്തി എന്റെ വാക്ക് കേൾക്കാതെ ഏതൊരു പെണ്ണിന് വേണ്ടി നീ കാട്ടിക്കൂട്ടുന്നൊക്കെ നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. നിന്റെ മാമനെ കാണുന്നില്ലേ? 8 വർഷം നിന്റെ മാമിയുടെ കൂടെ ഒരുമിച്ച് ജീവിച്ചിട്ടും കുട്ടികളില്ലാത്ത അത് ഞങ്ങളൊന്നും അന്ന് പറഞ്ഞു കേൾക്കാതെ അവളെ സ്വീകരിച്ചോണ്ടാ. അഭിവാദിൽ തുറന്ന് ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി. അളിയ അബി, നീ ഇതൊന്തൊക്കെയാണോ പറയുന്നത്? ഷുഗർ, നീ എത്രയും പെട്ടെന്ന് വിദേശത്ത് എനിക്കൊരു ജോലി സെറ്റായി തരണം. എനിക്കും സമ്പാദിക്കണം. എൻ്റെ ചാരുവിനെ സ്വന്താക്കാൻ എൻ്റെ മുമ്പിൽ അതേ ഒരു വഴിയുള്ളൂ. അബി, നീയില്ലാതെ നിന്റെ ഓഫീസിൽ നമ്മൾ എങ്ങനെയാണ് നിൽക്കുക? നിങ്ങൾ രണ്ടുപേരും അവിടെ വേണം. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ. വേറെ ആരെയും എനിക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്കാവില്ല. അളിയാന്നാലും നീ ഒറ്റക്ക്. അത് വേണ്ട, ഞാനിവിടെ വരാം. റമീസ് സുരാഗ് നീ പറഞ്ഞ പോലെ നിന്റെ ഓഫീസിൽ വേണം. ഷുക്കൂറിന് ഖത്തറിൽ നല്ല ജോലിയുണ്ട്. ഇവിടുത്തെ എൻ്റെ ജോലി എനിക്ക് സെറ്റാവുന്നില്ല. ഞാനും ഏതായാലും വിദേശത്ത് പോകാൻ വിചാരിച്ചാ. ഇനി ഏതായാലും നമുക്ക് ഒരുമിച്ച് പോവാം. അതെ, ജയേഷ് പറഞ്ഞാൽ ശരി. എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ കുറച്ച് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനെന്തായാലും അത് അന്വേഷിച്ചിട്ട് നിങ്ങളോട് പറയാം. പരമേട്ടാ, നിങ്ങളുടെ മകൻ ദുബായിലേക്ക് പോകാൻ തീരുമാനിച്ചെന്ന്. എന്നാലും അവൻ നമ്മളൊന്നും മനസ്സിലാക്കിയില്ലല്ലോ. നീ കരയാതിരിക്കുക ബാമേ. ഞാൻ അവൻ അങ്ങോട്ടേക്ക് കൂട്ടണമെന്ന് കരുതിയതാ. ഇതിപ്പോൾ അവൻ സ്വയം തീരുമാനിച്ചത് നന്നായി. കുറച്ചു കാലം ആ പെണ്ണിനെ കാണാതിരിക്കുമ്പോൾ അവൻ അവളെ മറന്നോളും. പിന്നീട് നമ്മുടെ തറവാടിന് ചോദിച്ചൊരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അന്തസ്സായിട്ട് ആർഭാടത്തോടെ അവരുടെ വിവാഹം നടത്താം. ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോകും. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടക്കും. അതുവരെ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. ചാരു, നീ സങ്കടപ്പെടണ്ട. ഞാൻ വേഗം തിരിച്ചു വരും. വീട്ടിൽ ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞിരുന്നു. അവരുടെ ഭാഗത്ത് നല്ല എതിർപ്പാ. അതൊക്കെ മാറും. നീ സങ്കടപ്പെടരുത്. എൻ്റെ കൂടെ നാളെ ജയേഷും വരുന്നുണ്ട്. പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. ഞാൻ വിളിക്കാം. പോട്ടെ. തനിക്ക് വേണ്ടി കടൽ കിടക്കാൻ പോകുന്നതിനോർത്ത് അവളുടെ മിഴികളും തൻ്റെ പാതിയെ തനിച്ചാക്കി പോകുന്നോർത്ത് അവൻ്റെ മിഴികളും നിറഞ്ഞു. ഉറക്കം വരാതെ ചാരു ജനൽവാതിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. ഓർമ്മകൾ ഇളം കാറ്റായി അവളെ തലോടി. ആദ്യമായി അഭിയെ കണ്ടതും ആ വലിയ വീട്ടിലേക്ക് ഓടിക്കയറിയതും പിന്നീടുള്ള ദിവസങ്ങളിൽ ആ വീടിന് മുന്നിലെത്തിയാൽ കണ്ണുകൾ അനുസരണക്കേട് കാണിച്ച് അങ്ങോട്ടേക്ക് നോക്കിയതുമെല്ലാം അവൾ ഓർത്തെടുത്തു. എൻ്റെ കൃഷ്ണ, ആ കാരക്കുനി തറവാടെന്ന മനോഹരമായ വീട് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഭയം തോന്നിയതാ. അത്രയും വലിയ തറവാടിലേക്ക് അയറി ചെല്ലാൻ വാടകയ്ക്ക് താമസിക്കാൻ എനിക്ക് സാധിക്കുമെന്ന്. അഭിയേട്ടൻ്റെ വീടും സ്വത്തും ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ അഭിയേട്ടൻ എനിക്ക് തന്നാൽ മതി. എൻ്റെ കൃഷ്ണ, കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. അഭിയുടെ നല്ല ഓർമ്മകളിൽ ചാരു മാസങ്ങൾ തള്ളി നീക്കി. ചാരുലതയുമൊത്തുള്ള നല്ല ഓർമ്മകളെ ഓർത്ത് അഭി പ്രവാസ ജീവിതം തള്ളി നീക്കി. അളിയോ, എത്ര നേരമാടാ നിങ്ങളെയും കാത്ത് ഈ എയർപോർട്ടിൽ ഞാനും ശേഷം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? അഭിയളിയോ, ഇത് ദുബായി അല്ലല്ലോ, നമ്മുടെ നാട്ടിലെ റോഡല്ലേ. ആ കുണ്ടും കുഴിയും നാട് ഇങ്ങോട്ട് എത്തണ്ടടാ. മണവാളന്മാർ രണ്ടോളം നല്ലോണം ക്ഷീണിച്ചല്ലോ. എന്തൊക്കെയാണ് കല്യാണ വിശേഷങ്ങൾ? ആദ്യം നിങ്ങൾ വണ്ടി കയറി, എന്നിട്ട് വിശേഷങ്ങൾ പറയാം. സുരാഗ്, നീ തന്നെ ആദ്യം പറ, എന്നിട്ട് ഞാൻ പറയാം. ശാലുവിന്റെ വീട്ടിൽ ആദ്യം നല്ല എതിർപ്പായിരുന്നു.
പിന്നെ പെണ്ണവരെ കൺവിൻസ് സമ്മതിപ്പിച്ചു. അതെങ്ങനെ? അഭിലാഷും ജയേഷും ഒരുപോലെ ചോദിച്ചു. പറഞ്ഞു കൊടുക്ക് സുരാകളിയ, അത് ഈ റമീസിന്റെ ഐഡിയ വർക്കൗട്ട് ആയതാണെന്ന്. എന്ത് ഐഡിയ? ഒന്ന് തെളിച്ചു പറ. ശാലോളുടെ വീട്ടിൽ അവൾ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞു. അത് ഇവന്റെ ഐഡിയ ആയിരുന്നു. പക്ഷെ അത് അവർ വിശ്വസിച്ചില്ല. അവരവളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് കള്ളം പൊളിഞ്ഞു. പിന്നെ അവൾ അവരുടെ കാറ് പിടിച്ച് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കള്ളം പറയുന്നത് കൺവിൻസ് ചെയ്തപ്പോൾ ആ ഒരു വിവാഹത്തിന് സമ്മതിച്ചു. ഐഡിയ പൊളിഞ്ഞാണെന്നോ? കാര്യം നടന്നില്ലേ? അഭിലാഷും ജയേഷും പൊട്ടിച്ചിരിച്ചു. റമീസേ, നീ നിന്റെ കാര്യം ഇതുപോലെ സെറ്റാക്കിയതാണ്. അല്ലേ അല്ല, എന്റെ മുനീറെ ഞാൻ കഷ്ടപ്പെട്ട് വളച്ചെടുത്താ. അതെ, ആയിഷാന്റെ എഞ്ചിനീയറിന് പഠിക്കുന്ന മോള് മുനീറ തന്നെ. ഒരു ദിവസം ഞാനോട് വർത്താനം പറയുന്ന മുനീറുടെ അടുത്ത് മുഫീദ ഉണ്ട്. മുഫീദ നേരെ അവരുടെ വാപ്പാനോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് മുഫീദ മുനീറുടെ മുമ്പിൽ ഒന്നും അറിയാത്ത പോലെ തകർത്ത് അഭിനയിച്ചു. അതിന് മുഫീദ മിടിക്കുകയാണെന്ന് അവൾ പറഞ്ഞു. അന്ന് രാത്രി എന്നോട് ഫോണിൽ കത്തിയടിക്കുന്ന അവളെ ബാപ്പയും ഉമ്മയും പൊക്കി. പിറ്റേന്ന് തന്നെ അവളെ ബാപ്പനെ കാണാൻ വന്നു. എന്റെ സംസാരവും പെരുമാറ്റവും മൂപ്പർക്ക് അങ്ങോട്ട് ഇഷ്ടമായി. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ iPhone 16 Pro, മഞ്ഞ കല്യാണം, ചോപ്പ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് എന്റെ കാശ് കുറെ പൊടിഞ്ഞു. അതും കഴിഞ്ഞ് ഡാൻസിന്റെ ABCD അറിയാത്ത എന്നെ കുറെ സ്റ്റെപ്പും പഠിപ്പിച്ചു തന്നു. പിന്നെ അതും പോരായിട്ട് കല്യാണത്തിന് അന്ന് മണവാട്ടിയായിട്ട് അവൾ വരുമ്പോൾ എന്നോട് കരയാൻ പറഞ്ഞിരിക്കുക. അതെനിക്ക് എന്തായാലും സിമ്പിൾ ആയിരിക്കും. കാരണം അവള് കാരണം നാളെ നടക്കാൻ പോകുന്ന നമ്മുടെ കല്യാണം വരെ ചെലവായ മുഴുവൻ തുകയും ചിന്തിച്ചാൽ തന്നെ അറിയാതെ കണ്ണീന്ന് കണ്ണീര് വന്നു പോവളിയ. അവിടെ ഒരു പൊട്ടിച്ചിരി ഉയർന്നു. നാളെ റമീസിന്റെയും മുനീറുടെയും നിക്കാഹാണ്. പിറ്റേ ദിവസം സുരാഗിന്റെയും ശാലിനിയുടെയും വിവാഹമാണ്. അതിൽ പങ്കെടുക്കാൻ 3 ദിവസത്തെ ലീവ് എടുത്തു വന്നാണ് അഭിലാഷും ജയേഷും. ഷുക്കൂറും ഖത്തറിൽ നിന്ന് വന്നിട്ടുണ്ട്. മനോഹരമായ 2 ചടങ്ങുകളും സന്തോഷത്തോടെ തന്നെ നടന്നു. അഭി ശാലിനിയുടെ കല്യാണത്തിന് വന്ന ചാരുവിനെ കണ്ടിരുന്നു. അവർ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. ചാരു CA പഠിക്കുകയാണ്. അഭി ഇപ്പോഴും അച്ഛനോടും അമ്മയോടും പിണക്കത്തിൽ തന്നെയാണ്. അമ്മയെ ഇടയ്ക്ക് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കും. അച്ഛനെ വിളിക്കാറില്ല. ഇടയ്ക്ക് കാണാറുണ്ട്, പക്ഷെ മിണ്ടാറില്ല. കൂട്ടുകാരുടെ കല്യാണത്തിൽ സന്തോഷത്തോടെ പങ്കെടുത്ത് അഭിലാഷും ജയേഷും വിദേശത്തേക്ക് മടങ്ങി. 2 വർഷങ്ങൾ കടന്നുപോയി. സന്ധ്യാസമയം അഭിലാഷിന്റെ അച്ഛന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അങ്കിൾ, ഞാൻ ജയേഷാണ്. നമ്മുടെ അഭിക്ക് ചെറിയൊരു ആക്സിഡന്റ്. അങ്കിൾ ടെൻഷൻ ആവേണ്ട, ഇവിടെ ആസ്റ്റർ ഹോസ്പിറ്റലാണ്. മോനെ ജയേഷേ, എന്റെ മോനും തൂറ്റിയടാ. ഏയ് പേടിക്കാന്നില്ല അങ്കിൾ. പരിഭ്രാന്തനായി വർമ്മ ഹോസ്പിറ്റലിലേക്ക് ഓടി. ICUവിൽ കിടക്കുന്ന അഭി ഓർത്ത് അയാളുടെ അച്ഛൻ പൊട്ടിക്കറഞ്ഞു. ജയേഷും തന്റെ പ്രിയ സുഹൃത്തിനെ ഓർത്ത് കരഞ്ഞു. അഭിയുടെ ചിരിയും കുസൃതിയും 5 ഫിംഗേഴ്സ് ഒരുമിച്ചുള്ള എല്ലാ നിമിഷങ്ങളും ഒരു സിനിമ പോലെ അവൻ മുന്നിൽ കണ്ടു. വാശിയോടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിവരങ്ങൾ അറിഞ്ഞ 5 ഫിംഗേഴ്സിലെ ബാക്കി 3 പേരുടെയും കണ്ണുകൾ കരഞ്ഞു കലങ്ങി. അഭിയുടെ ജീവന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. വിവരമറിഞ്ഞ ചാരുവും കൃഷ്ണനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. അഭിലാഷിന്റെ അമ്മയും മകന്റെ ജീവന് വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകി. ഡോക്ടർ, ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം. എന്റെ മകന്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണം. പണം കൊണ്ടെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കും. കുറച്ചു സമയത്തിന് ശേഷം, മിസ്റ്റർ വർമ്മ, നിങ്ങൾ ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഒരു മലയാളി നേഴ്സ് വന്ന് വർമ്മയോട് പറഞ്ഞു. ഡോക്ടർ ഒരു മലയാളിയാണ്. മിസ്റ്റർ വർമ്മ, പേടിക്കാനൊന്നുമില്ല. അഭിലാഷിന്റെ ഹെൽത്ത് ഓക്കെയാണ്. ബട്ട് ഇടിയുടെ ആഘാതത്തിൽ വലത്തേക്കാലിന്റെ എല്ലിന് നല്ലപോലെ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടിവരും. എന്നാൽ പൂർവ്വസ്ഥിതിയിലേക്ക് മാറാൻ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ നടക്കാൻ സാധിച്ചില്ലെന്ന് വരാം. ഇനിയെല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. വർമ്മയ്ക്ക് കരച്ചിലെടുക്കാൻ കഴിഞ്ഞില്ല. മിസ്റ്റർ വർമ്മ, കരയാണ്ടിരിക്കും. ജീവൻ തിരിച്ചിട്ടിയല്ലോ, സമാധാനമായിട്ടിരിക്കും. ഞാൻ ഓപ്പറേഷനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. അഭിലാഷിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. മിസ്റ്റർ വർമ്മ, അഭിലാഷിന് നടക്കാൻ സാധിക്കുമെങ്കിലും കാലിന്റെ എല്ലിന് പറ്റിയ വളവ് കാരണം പഴയതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് വേണം. വിവരം പറഞ്ഞ സത്യഭാമയും സങ്കടം കൊണ്ട് നീറി. മകനെ ഒരു നോക്ക് കാണാൻ അവർ കൊതിച്ചു. പലതവണ വർമ്മയോട് അങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വർമ്മ അത് വിലക്കി. 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് വരുമെന്നായിരുന്നു മറുപടി. വർമ്മയും ജയേഷും കൂടി അഭിലാഷിനെ നല്ലപോലെ പരിചരിച്ചു. അച്ഛനോട് ഇതുവരെ മിണ്ടാൻ നടന്നതിൽ അഭിലാഷിന് കുറ്റബോധം തോന്നി. 3 മാസങ്ങൾക്ക് ശേഷം അവർ നാട്ടിൽ തിരിച്ചെത്തി. ജയേഷിനെ താങ്ങി വണ്ടിയിൽ നിന്നിറങ്ങുന്ന അഭിലാഷിനെ കണ്ടപ്പോൾ സത്യഭാമ എന്ന അമ്മയുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. തന്റെ മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് മുത്തങ്ങൾ നൽകി. അമ്മയും അവനെ താങ്ങി മുറിയിലേക്ക് കൊണ്ടുപോയി. അഭിലാഷിന്റെ ഹൃദയം ചാരുവിനെ കാണാൻ തുടിച്ചു. അവളെ ഒന്ന് വിളിക്കാനായി ഫോൺ എടുത്തവൻ എന്തോർത്ത പോലെ ഫോൺ ബെഡിലേക്ക് ഇട്ട് ആർത്ത് കരഞ്ഞു. പാതിരാത്രിയായിട്ടും ചാരുവിന് ഉറക്കം വന്നില്ല. അമ്മയുടെ ഫോൺ എടുത്ത് അഭിലാഷിന്റെ നമ്പറിലേക്ക് വിളിച്ചു. അവൻ എടുത്തില്ല. അവൻ നാട്ടിലെത്തിയെന്ന് അറിഞ്ഞു മുതൽ വിളിക്കുന്നതാണ് അവൻ ഫോൺ എടുക്കുന്നതേയില്ല. ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം അഭിലാഷ് വിളിച്ചിട്ടേയില്ല. അവൾ അവന്റെ നമ്പറിൽ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കും. ശാലിനിയെ വിളിച്ചായിരുന്നു അവന്റെ ഓരോ വിവരങ്ങൾ അവൾ അറിഞ്ഞത്. എന്റെ കൃഷ്ണ, അഭിയുടെ നാട്ടിലെത്തിയിട്ട് ഈ ശാലിനെ വിളിക്കാൻ തോന്നാത്ത എന്ത്? ഞാൻ വിളിച്ചിട്ട് എടുക്കാത്ത എന്തുകൊണ്ടാ? എനിക്ക് എന്റെ അഭിയെ കാണാൻ തോന്നുന്നു. പക്ഷെ ഞാൻ ആ വീട്ടിലേക്ക് എന്ത് പറഞ്ഞ് കയറി ചെല്ലും? എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടുന്നില്ലല്ലോ എന്റെ കൃഷ്ണ. ഷുക്കൂറും ഫാത്തിമയും സുരാഗും ശാലിനിയും റമീസും മുനീറയും അഭിലാഷിന്റെ വീട്ടിൽ. അഭിലാഷെ, നീ എന്താ ചാരുവിനെന്ന് വിളിക്കാത്തെ? അവൾ വിളിച്ചിട്ട് നീ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് ശാലിനി, അവൾക്കിപ്പോൾ എക്സാം വരാൻ പോകല്ലേ, അതുകൊണ്ട് അവളെ ശല്യം ചെയ്യണമെന്ന് വിദ്യ. ചാരുവിനോട് നീ പറയണം, പഠിത്തത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കണമെന്നും അവൾ ആഗ്രഹിച്ച പോലെ ഒരു ജോലിയൊക്കെ നേടണമെന്നും. ആളിയാ നിനക്ക് തന്നെ അവളോട് ഈ കാര്യങ്ങൾക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? അത് റമീസേ, ഞാൻ വിളിച്ചാൽ ഞങ്ങൾ നമ്മളെ സംസാരിക്കും തുടരും. അത് അവളുടെ പഠിത്തത്തെ ബാധിക്കും. എക്സാമിക്കല്ലേ, അവൾ പഠിക്കട്ടെ.
എക്സാം കഴിഞ്ഞുകൊണ്ട് നമ്മുടെ പെങ്ങളുട്ടിയെ നീ ഇനിയും സങ്കടപ്പെടുത്താൻ വിളിച്ചേക്കണം കേട്ടോ. എന്നാൽ ഇറങ്ങട്ടാ, നാളെ വരാം. മാസങ്ങൾ കടന്നുപോയി. പട്ടുമെത്തിൽ സുഖമായി കിടന്നുറങ്ങിയിരുന്ന സത്യഭാമക്ക് എത്ര കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അത് തന്നെയായിരുന്നു വർമ്മയുടെ അവസ്ഥ. എല്ലാ സൗകര്യങ്ങളുള്ള മുറിയിൽ കിടന്നിട്ടും ഉറക്കം വരാതെ സത്യഭാമ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. വർമ്മേട്ടാ, നമുക്ക് അബിയുടെ കല്യാണം നടത്തണ്ടേ? ബാമേ, ഈ അവസ്ഥയിൽ ആരാ നമ്മുടെ മോനെ സ്വീകരിക്കാൻ തയ്യാറാവുക? ഞാനൊരു കാര്യം പറയട്ടെ വർമ്മേട്ടാ, നിങ്ങൾ ദേഷ്യപ്പെടരുത്. നമുക്ക് അബി അന്ന് പറഞ്ഞ ആ കുട്ടിയെ ആലോചിച്ചാലും. ആ, എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഓഫീസിലൊരു കുട്ടിയുണ്ട്, വർഷ. ആ കുട്ടിക്ക് നമ്മുടെ മോനെ വലിയ ഇഷ്ടമാണെന്ന് പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ആ കുട്ടിയെ പോയി കണ്ടിരുന്നു. ഒരു സുന്ദരി കൊച്ച്. അവളോട് ഞാൻ ചോദിച്ചപ്പോൾ ഈ അവസ്ഥയിൽ അവനെ സ്വീകരിക്കാൻ അവൾ തയ്യാറില്ലെന്ന് പറഞ്ഞു. ഞാനാകെ നാണം കെട്ടുപോയി. നിനക്ക് സങ്കടമാവണ്ടല്ലോ എന്ന് കരുതിയാ നിന്നോട് ഞാനത് പറയാതിരുന്നു. വീണ്ടും അതുപോലെ നമ്മൾ നാണം കേടണം. നമ്മുടെ മോന് വേണ്ടിയല്ലേ വർമ്മേട്ടാ, നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കാം. എന്തായാലും അബിയോട് ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം. ഓഹോ, ഇപ്പൊ അമ്മക്ക് ചാരു ഈ തറവാണി ചോദിച്ച പെണ്ണായോ? കാൽക്കാശിന് വകയില്ലെന്ന് പറഞ്ഞ പെണ്ണിനെ അമ്മ ഇത്ര പെട്ടെന്ന് മരുമകളാക്കാൻ തീരുമാനിച്ചോ? അന്ന് രണ്ടാളും തറവാടുമായി പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കിയതല്ലേ? കാലിന് വയ്യാത്ത എനിക്ക് ഈ അവസ്ഥയിൽ ആരും പെണ്ണ് തരില്ലെന്ന് മനസ്സിലായപ്പോ തറവാട്ടുമായ്മയ്ക്ക് മാഞ്ഞു പോയല്ലേ? അമ്മേ, ഇതാണ് ജീവിതം. നമ്മൾ എന്തിന്റെ പേരിൽ അഹങ്കരിച്ചാലും അതൊക്കെ ഇല്ലാതാക്കാൻ ദൈവത്തിനൊരു നിമിഷം മതി. ഇനിയെങ്കിലും അതൊക്കെ മനസ്സിലാക്കി ജീവിക്കേ. മോനെ അബി, അമ്മയ്ക്കും അച്ഛനും തെറ്റുപറ്റിപ്പോയി. മോൻ പറഞ്ഞാൽ ശരി. ചാരുവിനെ മരുമകളാക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. ചാരു നല്ല കുട്ടിയാ. അവൾക്ക് എന്നേക്കാൾ നല്ലൊരാളെ കിട്ടും. അവളുടെ ജീവിതം ഈ ഞൊണ്ടിക്കാരൻ്റെ കൂടെ ജീവിച്ച് കളയാനുള്ളതല്ല. അഭിലാഷിന്റെ ശബ്ദമിടറി. മോനെ, വേണ്ടമ്മേ, നമുക്കത് വേണ്ട. അവൾ സന്തോഷമായി ജീവിക്കട്ടെ. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് ചന്ദ്രിക വാതിൽ തുറന്നു നോക്കുമ്പോൾ കണ്ടത് കാരക്കുനി തറവാടിലെ സത്യഭാമയും പ്രതാപവർമ്മയുമാണ്. രാജനില്ലേ? ആ ഉണ്ട്, വാ അകത്തേക്ക് കയറിയിരിക്കൂ. ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതുവഴി പോയപ്പോൾ ഇവിടെ ഒന്ന് കയറാന്ന് കരുതി. രാജന് സൺഡേ ആയതുകൊണ്ട് കട ലീവായിരിക്കുമല്ലേ? ആ അതെ. ചന്ദ്രി, നീ ഓർക്കെന്തെങ്കിലും കുടിക്കാനെടുക്കുക. ഇപ്പൊ വേണ്ട, ഞങ്ങളിപ്പോ സദ്യ കഴിച്ചിട്ടേ ഉള്ളൂ, പിന്നീടാവും. എന്നാലും ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ടൊന്നും കുടിക്കാതെ എങ്ങനെയാ? അതിനെന്താ ചന്ദ്രി, ഇനിയും വരാലോ. മോൾ ഇവിടെ ഇല്ലേ? ആ ഇവിടെ ഉണ്ട്. അവള് കുളിക്കുക. ഇന്ന് ലാസ്റ്റ് എക്സാം ആയിരുന്നു, അത് കഴിഞ്ഞിപ്പോ വന്ന് കയറിയതേ ഉള്ളൂ. നിങ്ങളുടെ മോളെ ഞങ്ങളുടെ മകൻ അഭിലാഷിന് വേണ്ടി ഒരു വിവാഹരാജിനായിട്ട് വന്നാൽ ഞങ്ങള്, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പെണ്ണ് കാണാൻ വേണ്ടി മോനെ ഇങ്ങോട്ടേക്ക് അയക്കാം. പിന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അവനൊരു ആക്സിഡന്റിൽ കാലിന് ചെറിയൊരു പരിക്കുണ്ട്. നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. രാജൻ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. അത് മോളോടും ചോദിക്കണം. ഒരുപാട് നല്ല നല്ല ആലോചനകൾ വന്ന പഠിപ്പ് കഴിഞ്ഞൊരു ജോലി കിട്ടിയിട്ടേ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്ന് അവൾ പറഞ്ഞു. ഞങ്ങൾക്ക് തിരക്കില്ല, എന്നാൽ അധികം വൈകിക്കണ്ട. ചന്ദ്രി, നീ മോള് കുളിച്ചു കഴിഞ്ഞൊന്ന് പോയി നോക്ക്. മോളെ ചാരു, നീ എന്തൊന്നും മിണ്ടാതെ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എനിക്കൊരു അനക്കമില്ലല്ലോ. അവരപ്പുറത്തിരിക്കുന്നുണ്ട്. എനിക്ക് സമ്മതാമ്മേ. മോളെ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. ഇങ്ങനെ കാലിന് വയ്യാത്തവളെ എൻ്റെ മോൾക്ക് വേണ്ടാന്നാ ഈ അമ്മയ്ക്ക് തോന്നുന്നു. അമ്മ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് അബിയേട്ടനെ നേരത്തെ അറിയാം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അബിയേട്ടൻ നല്ലൊരു സ്വഭാവത്തിനുടമയാണ്. ഇങ്ങനെ ഒരു ആക്സിഡന്റ് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് നടന്നെങ്കിൽ അമ്മ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറയായിരുന്നു. ഇതൊന്നും അവൻ്റെ തെറ്റല്ലല്ലോ, ദൈവത്തിൻ്റെ തീരുമാനമല്ലേ. അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എനിക്ക് ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മതമാണ്. ചാരുവിനെ തിരക്കി വന്ന സത്യഭാമ ഇതൊക്കെ കേട്ട് തരിച്ചിന്ന് പോയി. എൻ്റെ മകൻ കണ്ടെത്തിയ പെണ്ണ് എല്ലാ അർത്ഥത്തിലും അവന് യോജിച്ചു തന്നെയാണ്. അതും പറഞ്ഞ് ചാരുലതയെ കെട്ടിപ്പിടിച്ച് അവർ കരഞ്ഞു. ഞങ്ങൾക്ക് മരുമകളല്ല, മകളാണ് ഇവൾ. അങ്ങനെയാ ഞങ്ങൾ ഇവളെ കാണും. എൻ്റെ മകൻ അബിയവളെ പൊന്നുപോലെ നോക്കും. അഭിലാഷിനെ കുറിച്ച് ഓർത്തപ്പോൾ രാജന്റെ ഓർമ്മകൾ പുറകോട്ട് പോയി. അച്ഛാ, എനിക്ക് നിങ്ങളുടെ മകൾ ചാരുവിനെ ഇഷ്ടമാണ്. ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ കുറച്ച് എതിർപ്പ് പ്രകടിപ്പിച്ചു. എനിക്ക് ഉറപ്പുണ്ട് അവരുടെ മനസ്സ് മാറുന്നു. ചാരുവിൻ്റെ ആഗ്രഹം പോലെ അവൾ പഠിക്കട്ടെ. എന്നിട്ട് അവൾ പറയാറുള്ള പോലെ ഒരു നല്ല ജോലിയൊക്കെ നേടട്ടെ. അതിനുള്ള പണം ഞാൻ അയച്ചുതരാം. പണം തരാന്ന് പറഞ്ഞാൽ നിങ്ങളെ ചെറുതാക്കിയതോ ഞാൻ വലുതായതോ അല്ല. ചാരു പറഞ്ഞ അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം. ചാരുവിനെ ഏറെ സ്നേഹിക്കുന്ന നിങ്ങൾ ചാരുവിനെ പോലെ കണ്ട് ഞാൻ തരുന്ന പണം സ്വീകരിക്കണം. നാളെ ഞാൻ ദുബായിലേക്ക് പോവാം. എൻ്റെ ഫ്രണ്ട് സുരാഗിനെ ഞാൻ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോയി വരാം. അച്ഛൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ആ ഓർമ്മയിൽ രാജന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു ചിരി വിരിഞ്ഞു. 1.5 വർഷത്തിന് ശേഷം ഇന്നാണ് അഭിലാഷിന്റെയും ചാരുലതയുടെയും വിവാഹം. അന്ന് അഭിലാഷിനോട് പറയാതെ ചാരുലതയുടെ വീട്ടിൽ പോയതും ചാരു പറഞ്ഞ ഓരോ വാക്കുകൾ എണ്ണിപ്പെറുക്കി അഭിലാഷിനോട് പറഞ്ഞ് ഭാമയും വർമ്മയും. അത് കേട്ടപ്പോൾ ചാരുവിനുള്ള ഇഷ്ടം അവന് കൂടി വന്നു. ആദ്യമായി അവളെ കണ്ടപ്പോൾ ഹൃദയം അത്രമേൽ തുടിച്ചത് അതിന്റെ പാതിയെ തൊട്ടറിഞ്ഞുകൊണ്ടാണെന്ന് അവന് തോന്നി. സന്തോഷം കൊണ്ട് അവന്റെ കണ്ണു മനസ്സ് ഒരുപോലെ നിറഞ്ഞു. CA കംപ്ലീറ്റ് ചെയ്ത് ചാരുലത അഭിനയ 4 കൂട്ടുകാരുടെയും കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. 5 ഫിംഗേഴ്സ് അസോസിയേറ്റ്സ് എന്നാണ് അവരുടെ പുതിയ സ്ഥാപനത്തിന്റെ പേര്. ചാരുലതയുടെ ആഗ്രഹം പോലെ സ്വന്തമായി വീട് പണിതു. അവളുടെ ആഗ്രഹത്തിലേക്ക് എത്താൻ അഭിലാഷ് അവളെ നന്നായി സഹായിച്ചു. ഏറെ അഭിമാനത്തോടെ രാജനും ചന്ദ്രികയുടെ സ്വന്തം വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറി. പിന്നാലെ ചാരുലതയും അഭിലാഷും അവന്റെ വീട്ടുകാരും കൂട്ടുകാരും ചേർന്ന് ഗൃഹപ്രവേശനം സുന്ദരമാക്കി.
അമ്പലത്തിൽ വെച്ച് ചാരുലതയെ അഭിലാഷ് താലിയാർത്തുമ്പോൾ കണ്ണുകൾ മുറുക്കിയടച്ച് കൈകൾ കൂപ്പി എല്ലാത്തിനോടും കൃഷ്ണനോട് അവൾ നന്ദി പറഞ്ഞു. അന്ന് വൈകുന്നേരം അഭിലാഷിന്റെ വീട്ടിലെ റിസപ്ഷൻ പാർട്ടിയിൽ പിങ്ക് നിറമുള്ള ഗൗണിൽ സുന്ദരിയായി നിൽക്കുന്ന ചാരുലതയും ലൈറ്റ് പിങ്ക് ഷർട്ടും ബ്ലാക്ക് കോട്ടും അണിഞ്ഞ് സുന്ദരനായ അഭിലാഷും. അവർ രണ്ടുപേരിലും നിറഞ്ഞ പുഞ്ചിരിയാണ്. ഷുക്കൂറും ഫാത്തിമയുടെ കുഞ്ഞിപ്പെടിനെ കൊഞ്ചിക്കുന്ന തിരക്കിലാണ്. രൂപത്തിലൊരു കൊച്ചു ഫാത്തിമ തന്നെയാണ് അവൾ. ഫാത്തിമയും സൈനിമയും ഇപ്പോൾ നല്ല കൂട്ടാണ്. ഫാത്തിമ ഇപ്പോൾ കുറച്ച് മലയാളം പഠിച്ചു. കുടുംബക്കാരെ മുഴുവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിലും നല്ലത് അവൾ മലയാളം പഠിക്കുന്നതാവെന്ന് തോന്നിയുണ്ടാവും. കയ്യിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണ് കുസൃതിയോടെ കരയാൻ തുടങ്ങി. അപ്പോഴേക്കും സൈനുമ ഓടി വന്നു. ആഹാ സൈനു, നിന്റെ കയ്യിലെത്തിയപ്പോ കുഞ്ഞിപ്പെണ്ണിന്റെ കരച്ചിലെന്നല്ലോ. എന്താ കുഞ്ഞിപ്പെണ്ണിന്റെ പേര്? ജാനു. പേര് മാത്രം നീ എന്നോട് ചോദിക്കരുത്, ഇതൊരു വായിൽ കൊള്ളാത്ത പേരാ. ഒരു കുട്ടിക്ക് ഇട്ട്. നീ ഫാത്തിമയോട് ചോദിച്ചോ വാട്ട് ദ നെയിം എന്ന്? ജാനു, നീ അവളോട് ഇംഗ്ലീഷ് ചോദിക്കണ്ട, ഓൾക്ക് മലയാളം കേട്ടാൽ മനസ്സിലാവും. എന്റെ ഫാത്തിമ മലയാളം പഠിച്ച് നിന്നോട് ഇംഗ്ലീഷ് മറന്നുപോയോ? ഓള് നിന്നോട് നിന്റെ കുട്ടിയുടെ പേര് ചോദിച്ചതാ. ഐസാൽ മെഹക്ക് ഇബിനു ഷുക്കൂർ. ജാനു, വല്ലതും മനസ്സിലായോ? ഇല്ല, ഞാൻ ആമീന്ന് അവളെ വിളിക്കാറ്. ജാനു, നീയും അങ്ങനെ വിളിച്ചോ? മമ്മാന്റെ ആമിക്കുട്ടിയെ. സൈനുമ ആമിയെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. സുരാഗ് ശാലിനിയെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുന്നുണ്ട്. റമീസ് ആണെങ്കിൽ മുനീറയെ വായി നോക്കി നിൽപ്പാണ്. മതിടാ, കുറെ നേരമല്ലേ ഒളിപ്പീര് തുടങ്ങിയിട്ട്. മോനെ ജേഷേ, സ്വന്തം ഭാര്യ വായി നോക്കാൻ ഒരു പ്രത്യേക സുഖ. അത് പെണ്ണ് കിട്ടാത്ത നിന്നോട് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. സുജാതയും ജാനു ഓരോ പരദൂഷണം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സുജാതെ, നീ അറിഞ്ഞോ മറിയുവിന്റെ മോൾ ആ സരളുടെ മകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി പോലും? അതെയോ? പ്രൗഢിയോടെ പ്രതാപർമ്മയും സത്യഭാമയും അഭിലാഷിനെയും ചാരുലതയെയും നോക്കുന്നുണ്ട്. സത്യഭാമയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിപ്പെണ്ണ് ചിരിക്കുന്നുണ്ട്. അവരുടെ അടുത്തായി സത്യഭാമയുടെ സഹോദരൻ സതീഷിന്റെ ഭാര്യ വിമലയുമുണ്ട്. വിമലയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിച്ചെറുക്കൻ കുറുമ്പ് കാട്ടുന്നുണ്ട്. സതീഷിനും അടുത്തു നിന്ന് തന്നെ മക്കളെ കൊഞ്ചിക്കുന്നുണ്ട്. അതെ, അവർക്ക് ദൈവം കൊടുത്ത ഇരട്ട പൊന്നോമനകളിൽ ഒന്ന് സത്യഭാമയുടെ കയ്യിലും ഒന്ന് വിമലയുടെ കയ്യിലും ഇരിക്കുന്നത്. സത്യഭാമയും വർമ്മയും രണ്ട് പൊന്നോമനകളുടെയും കുസൃതി നോക്കിയിരിപ്പാണ്. പണമില്ലാത്തിനെയും മാനദണ്ഡമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ സത്യഭാമയും വർമ്മയും സതീഷിനെയും വിമലയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. കുറ്റപ്പെടുത്തിയതിനും പറഞ്ഞുപോയതിനുമൊക്കെ മാപ്പ് പറഞ്ഞ് അവർ രണ്ടുപേരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിന്ന്. പ്രതാപവർമ്മയും സത്യഭാമയും അഭിലാഷിനെയും ചാരുലതയും ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു. അതുകൊണ്ട് രാജനും ചന്ദ്രികയും തന്റെ മകൾ കിട്ടിയ രാജകുമാരനെയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെയും നോക്കി ദൈവത്തോട് നന്ദി പറഞ്ഞു. റിസപ്ഷൻ പാർട്ടി സന്തോഷത്തോടെ നടന്നു. ചാരു, എന്താ ബിയേട്ടാ? അഭിലാഷ് അവന്റെ കവിൾ അവൾക്ക് നേരെ കാണിച്ച് മുത്തം തരാൻ വേണ്ടി പറഞ്ഞു. ചാരു അവന്റെ കവിളിൽ മുത്തമിടാൻ പോയതും അപ്പോഴേക്കും കുസൃതിയോടെ കവിളിന്റെ സ്ഥാനത്ത് അവൻ അവന്റെ ചുണ്ട് വെക്കുകയും ചെയ്തിരുന്നു. ചാരുവിന്റെ മുത്ത അവന്റെ ചുണ്ടിലായി പതിഞ്ഞ നേരം അവൾ അതിനെ പതിയെ നുണഞ്ഞെടുത്തു. ചാരുവിന്റെ നീലമിഴികൾ വിടർന്നു. ഇരുകൈകൾ കൊണ്ട് അഭിലാഷി ചാരുലതയെ പൊതിഞ്ഞു പിടിച്ച് 1000 സ്നേഹചുംബനങ്ങൾ നൽകി. അവർ പരസ്പരം സ്നേഹിച്ച് ജീവിച്ചു തുടങ്ങി. അവന്റെ ഹൃദയകോവിലിൽ കുടികൊണ്ട സ്വർണ്ണ വിഗ്രഹത്തിന്റെ മാറ്റ് കൂടി വന്നു. അമ്മേ അമ്മേ അമ്മ എവിടെ പോയതായിരുന്നു? ഞാനൊന്ന് കുടുംബശ്രീ വരെ പോയതാ. ജയേഷേട്ടൻ കുറെ നേരമായി വിളിക്കുന്നു. ഫോൺ ജാനുവിന് നേരെ നീട്ടി ജാനുവിന്റെ മകൾ പറഞ്ഞു. ഹലോ മോനെ ജയേഷേ. അമ്മേ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്താ മോനെ? അമ്മേ, എന്റെ വിവാഹം കഴിഞ്ഞു. മൊറോക്കോക്കാരിയാണ് അവള്. അമ്മയ്ക്ക് ഇംഗ്ലീഷ് നല്ലപോലെ അറിയുന്നതുകൊണ്ട് അമ്മ പേടിക്കണ്ട. നാളെ ഞാനും എന്റെ സിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബാക്കി നാട്ടിൽ വന്നിട്ട് പറയാം. അമ്മേ, അമ്മ എന്തുറ്റി? ബോധം പോയ ജാനുവിന്റെ മുഖത്ത് വെള്ളം തളിച്ചുകൊണ്ട് മകൾ തട്ടി വിളിച്ചു. ഓളെ, നിന്റെ ഏട്ടനേതോ മൊറോക്കോക്കാരിയെ കെട്ടി പോരോടി. അതാണോ കാര്യം? ഞാൻ പേടിച്ചു പോയി. നാട്ടുകാരുടെ മുഴുവൻ കാര്യം നോക്കിയെടുക്കുമ്പോൾ സ്വന്തം മകന്റെ കാര്യത്തിൽ ഇങ്ങനെ ടെസ്റ്റ് പ്രതീക്ഷിച്ചില്ല അല്ലേ? ജാനു തലകുനിച്ചിരുന്നു. ഇതുവരെ പെണ്ണ് സെറ്റാവാത്തവർക്കൊക്കെ പെണ്ണ് കിട്ടാൻ ആശംസിച്ചുകൊണ്ട് 5 വിംഗേഴ്സിന്റെ കല്യാണ മാമാങ്കം ഇവിടെ അവസാനിക്കുന്നു. രചന മോസിൻ അൻസീർ.